ഹലോ, ഇന്ന് ചേമ്പിൻ്റെ താള്, ചേമ്പും താളും മുട്ടയും ചേർത്ത് നല്ലൊരു തോരൻ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് 1/4 സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയുള്ളി ചേർക്കാവുന്നതാണ്. അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി കീറിയിടാം. കറിവേപ്പില കൂടി ചേർത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റണം. വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1.5 സ്പൂൺ ചേർക്കുന്നത്. എരിവുണ്ടെങ്കിൽ 1 സ്പൂൺ മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന താള് ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി തുറന്നു നോക്കി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി എടുത്ത് വെള്ളത്തിൽ പിഴിഞ്ഞതിലേക്ക് ചേർക്കാവുന്നതാണ്. പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പസമയം കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ വെള്ളമെല്ലാം ഇറങ്ങി വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ച് ചിക്കിയെടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം തീ ഒന്ന് അല്പം കൂട്ടി വെച്ച് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇപ്പം മുട്ടയും താളും ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റിലൊരു തോരൻ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തേങ്ങയില്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് തേങ്ങയുടെ ആവശ്യമില്ല. ഇപ്പോൾ നല്ല അടിപൊളി പുളി രുചിയിലുള്ള ഈ താള് കറി നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ താളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചിക്കനും താള് തോരനും കൂട്ടി അടിപൊളി ഒരു ലഞ്ച് കഴിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫ്രണ്ട്സ്.